മക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മളെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ആകെ ഒരു ഒറ്റ ഇക്വേഷനെ പഠിക്കുന്നത്. ഏതാണ്? P is equal to F by A. P is equal to F by A. അത് ഞാനൊരു പിരമിഡ് രൂപത്തിൽ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് 3 ഇക്വേഷൻ കണ്ടെത്താം. 3 രീതിയിൽ പ്രോബ്ലങ്ങൾ ചെയ്തു പഠിക്കണം. അപ്പോൾ P is equal to എന്താണ്? F by A എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ A is equal to എന്ത് എഴുതാം? F by P എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ F equal to എന്ത് എഴുതാം? P into A എന്ന് എഴുതാം. ഇതിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം. പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതിന് നമ്മൾ പാസ്കൽ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം. ഈ ചോദ്യം എല്ലാവരും ഒന്ന് വായിച്ച് എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും നോക്കി. എന്താണ് തന്നിട്ടുള്ളത്? 0.5 മീറ്റർ സ്ക്വയർ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണമുള്ള 200 ന്യൂട്ടൺ ബലം പ്രവർത്തിക്കുന്ന ഒരു പ്രതലത്തിലെ പ്രഷർ മർദ്ദം കണ്ടെത്തുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് 0.5 നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5 മീറ്റർ സ്ക്വയർ. അടുത്ത നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എഫ് ഫോഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 200 ന്യൂട്ടൺ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പി ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ബൈ എ എന്നാണ് നമ്മൾ ഇക്വേഷൻ. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 ന്യൂട്ടൺ ബൈ 0.5 മീറ്റർ സ്ക്വയർ. ഈ 0.5നെ നമ്മൾ 5 ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 10നെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ 10നെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര കിട്ടി? മുകൾ ഭാഗത്ത് 2000/5 എന്ന് വരും. ഈ 5ഉം 20 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. അങ്ങനെയെങ്കിൽ ആൻസർ നമുക്ക് എത്ര കിട്ടി? 4 പാസ്കൽ എന്ന് അല്ലേ? അവിടെ എത്ര ആൻസർ എത്ര കിട്ടും? 4 ഇത് വരുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 400 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 400 പാസ്കൽ എന്ന് പറയാം. അപ്പൊ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വന്നാൽ ചെയ്യാൻ പറ്റുമോ മക്കളെ? ഈ ഒരു ചോദ്യം ശരിക്കും വായിക്കാം. എന്നിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിന്റെ താഴെ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലത്തിന്റെ ആൻസർ നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. അതിന്റെ ആൻസർ ഞാൻ എല്ലാവരും നോക്കും, ശരിയാണോ നോക്കും. ഇനി ഈ ചാപ്റ്ററിൽ ഇതേപോലെ ഒരുപാട് വലിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? വരാനിരിക്കുന്ന പരീക്ഷ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ പെട്ടെന്ന് സൈലത്തിന് നമ്മളെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. വരാനിരിക്കുന്ന പരീക്ഷയും NMMS എക്സാം എല്ലാം നമ്മൾ സെറ്റാക്കും. ഓക്കെ, അപ്പൊ ശേഷം നമ്മളെ ആപ്പ് ചാനലിൽ കാണാം.